അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ആരും മാറ്റിപ്പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടിട്ട് പോണേ. ആരും മാറ്റി പോകരുത്. അപ്പൊ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വേറൊന്നല്ല, നമ്മുടെ ഫൈമോനിക്ക് ഒരു സന്മനസിന്റെ ഉടമ ഒരു ഗിഫ്റ്റ് അയച്ചിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ അത് അവന് സന്തോഷത്തോടെ തുറന്ന് എന്താന്ന് നിങ്ങളെ കാട്ടുന്നതാണ് വീഡിയോ. ഇതാ ഫൈമോൻ. അപ്പൊ നമുക്ക് നോക്കിയാലോ ഫൈമോൻ ഗിഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ നമുക്ക്. പിന്നെ ഇക്ക സുഖായിരിക്കണു, വേറെ കുഴപ്പമൊന്നുമില്ല. ഇന്ന് ഇത്തിരി ഇക്കാക്ക് വയ്യായി ഉണ്ട്, വേറെ ഒന്നുമല്ല. ചെറുതായിട്ട് ഉറക്കം വരിക, അങ്ങനെ നല്ല പോലത്തെ ഡിപ്രഷൻ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അപ്പൊ കുറച്ച് ടെൻഷനായി. എന്നാലും അൽഹംദുലില്ലാ നിലവിൽ ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. ഇക്കതാ ഇരിക്കുകയാണ്, TV കാണാതിരിക്കുകയാണ്. അപ്പൊ ദാ ഫൈമോൻ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഒരേ ചാട്ടത്തിലാണ് ഇക്കതാ ഇരിക്കണു. എന്തൊക്കെ വയ്യാന്ന് ഈ ഫൈമൻ പൂര സന്തോഷത്തിലാ ഗിഫ്റ്റ് കിട്ടിയതില്. ഇതാ പൊന്നൂസ് സൈക്കിൾ തൊട്ടാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ സാഹചര്യമൊക്കെ കണ്ട് ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളുടെ മക്കളെ ഈ സമയം സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സന്മനസിന്റെ ഉടമ അയച്ചതാണ്. ഫ്ലിപ്കാർട്ട് വഴിയാണ് അയച്ചത് കേട്ടോ. അവനിക്ക് 3 ഡ്രസ്സും പിന്നെ ചോക്ലേറ്റ് ആണ്. അപ്പോൾ കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ. അതായത് നമ്മുടെ സാഹചര്യം എന്താണെന്നൊന്നും കുട്ടികൾക്ക് അറിയില്ല. അവർക്ക് അവർ ആഗ്രഹിച്ചത് വേണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ മക്കളെ ഇത്രയധികം സന്തോഷിപ്പിക്കണം. അതായത് നമ്മുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ അത്രയധികം സ്നേഹിച്ചിട്ട് മക്കളെ ഈ സമയം സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഓരോരോ ഗിഫ്റ്റുകൾ ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അവരെല്ലാവരെയും പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ, അവർക്ക് ബർക്കത്തിന് കൊടുക്കട്ടെ. അത്രമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയധികം സങ്കടം വരികയാണ് കേട്ടോ ശരിക്കും. കാരണം കുറച്ച് വീഡിയോസ് മാത്രം കണ്ട് നമ്മുടെ സാഹചര്യം എല്ലാം മനസ്സിലാക്കി എൻ്റെ മക്കളെ സന്തോഷിപ്പിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ അതോടുകൂടി എൻ്റെക്കും ഈ സമയം ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇക്ക നല്ലപോലെ ഇരിക്കുമ്പോൾ കുട്ടികളെ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഒരു സ്വഭാവമാണ്, ഒരു കൺട്രോളും ഇല്ല. കുട്ടികൾക്ക് എന്ത് പറഞ്ഞാലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഈ സമയം അവരെന്തെങ്കിലും പറയുമ്പോൾ ഇക്കാക്കത് ഒരു വിഷമാണ്. പടച്ചോൻ അൽഹംദുലില്ലാ നമുക്ക് ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മളെ ഒരുപാട് പേര് അറിഞ്ഞിട്ട് എൻ്റെ കുട്ടികളെ ഒരുപാട് പേര് അവരുടെ സ്വന്തം മക്കളായിട്ട് കരുതിയിട്ട് അവർക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഗിഫ്റ്റുകളും സാധനങ്ങളും അയക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകണം. അവനിക്ക് 3 ജോഡി ഡ്രസ്സും അയച്ചിട്ടുണ്ട്, ചോക്ലേറ്റും അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കണ്ടില്ലേ ഗിഫ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ അത് കണ്ടിട്ട് പോലും അവനൊരു എന്താണെന്ന് അറിയാൻ ഭയങ്കര ആഗ്രഹത്തോടെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷം കണ്ടില്ലേ. അപ്പോൾ അവൾക്ക് പിന്നെയും കാര്യങ്ങളൊക്കെ അറിയാം, കുഞ്ഞുവിന് കാര്യങ്ങൾ അറിയാം. അതായത് മൂത്ത മോള് അവളെ കുഞ്ഞു എന്നാണ് കേട്ടോ വിളിക്കുക. പക്ഷെ അവൻ അങ്ങനെയല്ലല്ലോ, അവൻ കുഞ്ഞല്ലേ, അവൻ UKG-യിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവനിക്ക് അങ്ങനെ നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊന്നും അറിയില്ല. ഇപ്പാക്ക് തലയിൽ മുറി വന്നു, അത്രമാത്രമേ അവനിക്ക് അറിയുള്ളൂ. നമ്മുടെ സാഹചര്യം അത്രയും ഇടങ്ങേറിലാണെന്ന് അവനിക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് ഈ സമയം പടച്ചോൻ യാതൊരു കുറവും വരുത്താതെ ഇതാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങളെ അത്രയധികം സ്നേഹിച്ചിട്ട് എൻ്റെ മക്കളെ ഇത്രയധികം സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഓരോരോ ഗിഫ്റ്റും സാധനങ്ങളും അയക്കുന്നു. അൽഹംദുലില്ലാ അവരെല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ഇതോടുകൂടെ അതായത് അവർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാനും ഇക്കയും അനുഭവിക്കുന്ന സന്തോഷം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മുഖത്ത് ആ സന്തോഷം കാണുമ്പോൾ ഈ സമയം ഞങ്ങൾക്ക് അതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ട് അവരനുഭവിക്കുന്ന സന്തോഷം കാണുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത് അതിന് ഉപരിയാണ്, സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മൾ ഈ ചാനൽ കുറച്ചായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ. കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ട് പോകണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇക്കാടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം, കുട്ടികളെ കാര്യങ്ങൾ എല്ലാം. നിലവിൽ നമുക്ക് എന്തായാലും ഇക്കാനെ വിട്ടിട്ട് എനിക്കൊരു ജോലിക്ക് എന്ന് പറഞ്ഞ് പുറത്തെന്തായാലും പോകാൻ പറ്റില്ല തൽക്കാലം കുറച്ചു കാലത്തേക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും ഇൻസ്റ്റയിൽ നമുക്ക് ഫാമിലി ഉണ്ട്. അപ്പോൾ
അപ്പോൾ യൂട്യൂബിലും ഒരു ഫാമിലി ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തുടങ്ങിയതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസിനെല്ലാം ഒരു ലൈക്ക് ചെയ്യണം. നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ദയവേദം ഒന്ന് കാണണം, കാണാതെ ആരും മാറ്റി പോവരുത്. വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇനി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുന്നോട്ട് പോകണം. പിന്നെ എന്തൊക്കെയാ, വേറെ ഒന്നുമില്ല. പിന്നെ ഇക്കാടെ അസുഖത്തിനെ കുറിച്ച് ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കൊരു 60K ഓളം കൂടിയിട്ടുണ്ട്, ഫാമിലി ഉണ്ട് നമുക്ക്. അപ്പോൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഇക്കാടെ അസുഖം എന്താണ്, ഇക്കാന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് വേറെ ഒന്നുമല്ല, ചെറിയ വീഡിയോയിൽ ഒതുക്കിയത് കാരണം ഇന്ന് ആകെ ഞങ്ങൾ ടെൻഷനിലായിരുന്നു. ഇന്ന് മൊത്തത്തിൽ ടെൻഷനിലായിരുന്നു. കാരണം ഇക്കാക്ക് ചെറുതായിട്ട് വയ്യാതായി. എന്താണ്, ഇക്കാക്ക് ഉറക്കം വരുന്ന പോലെ നല്ല പോലെ ആയി. ഉറക്കം വരുന്ന ഫീലിങ്സ് ആയിരുന്നു ഇന്ന് മൊത്തം. അപ്പോൾ കുറച്ച് ടെൻഷനായി. പിന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ നിലവിൽ വൈകുന്നേരം ആയപ്പോൾ കുഴപ്പമൊന്നുമില്ല. വീഡിയോ കാണുന്ന എല്ലാവരും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാതെ പോവരുത്, കൂടെ ഉണ്ടാവണം, നമുക്ക് മുന്നോട്ട് പോകണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ.